ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കും വേണ്ടേ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ്. ഈ കാണുന്ന ക്രാഫ്റ്റ് എല്ലാം വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് വീഡിയോ കാണാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലൊരു നമ്മുടെ ഈ കേക്കൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന കവറാണ് ഇത്. കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ്. ഏത് പ്ലാസ്റ്റിക് ഷീറ്റും എടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ നമ്മുടെ ഒരു കവായി സ്റ്റിക്കർ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കുന്നുണ്ട്. ഒട്ടിച്ചിട്ട് അതിനൊന്ന് കട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തലയുടെ ആ ഒരു മുകളിലേക്ക് വരുമ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി അതിൻ്റെ മുകൾ ഭാഗത്തുണ്ടല്ലോ നമ്മൾ കോമ്പസ് വെച്ച് ഇതുപോലൊരു ഹോളിട്ട് കൊടുക്കുക. ഹോളിട്ട് കൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ കീ ചെയിൻ ഉണ്ടാവില്ലേ, അതൊന്ന് അറ്റാച്ച് ചെയ്യുക. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരെണ്ണം കൂടെ അതിനോടൊപ്പം ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്രാഫ്റ്റിലേക്ക് പോകാം. അതിനാവശ്യം നല്ല വലിപ്പമുള്ള ക്ലിയർ ടേപ്പാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും ചെറിയൊരു നെയിം സ്ലിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ഒരു പാറ്റേൺ പോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പാറ്റേൺ സിസർ ഇല്ലാത്തവർക്ക് അല്ലാണ്ട് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സിസർ എടുക്കാണ്ട് കട്ട് ചെയ്തത്. ഇനി ഇഷ്ടമുള്ള സ്റ്റിക്കർ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ വരയ്ക്കാനാണെങ്കിൽ വരച്ചും കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ സൈഡ്സൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ സൺഫ്ലവർ ആയതുകൊണ്ട് അവിടെ ഒരു യെല്ലോ ഷെയ്ഡ് ഇതുപോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ നമ്മുടെ ആ ഒരു പിങ്ക് ബുക്കിൽ പിങ്ക് ഷെയ്ഡും ഇതുപോലെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് വരയ്ക്കാൻ സ്റ്റിക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കുകയും ചെയ്യാം കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചു എന്നേ ഉള്ളൂ. ഇനി അതിനുശേഷം നമ്മുടെ നെയിം ക്ലാസ് നിങ്ങൾക്കറിയാമല്ലോ, നെയിം സ്ലിപ്പിലുള്ള എല്ലാം നമ്മൾ ഇതുപോലെ എഴുതി കൊടുക്കുക. ക്ലാസ് എഴുതി കൊടുക്കുന്നുണ്ട്. ഡിവിഷനൊക്കെ എഴുതി കൊടുക്കാം. പിന്നെ നമ്മൾ സബ്ജക്റ്റ് എഴുതുക. പിന്നെ നെക്സ്റ്റ് നമ്മുടെ സ്കൂളിൻ്റെ നെയിം. അപ്പോൾ ഇതിലൂടെ ആകുമ്പോൾ നമ്മുടെ നെയിം സ്ലിപ്പ് കംപ്ലീറ്റ് ആവും കേട്ടോ. അതുപോലെ രണ്ടിലും നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ബുക്കിലേക്ക് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ പേര്, ക്ലാസ്, ഡിവിഷൻ അതെല്ലാം നമ്മൾ ഫസ്റ്റ് എഴുതി കൊടുക്കണം കേട്ടോ. ഇനി ഇതുപോലൊരു ക്ലിയർ ടേപ്പ് എടുത്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ തിരിച്ച് ഇതിലേക്ക് ഒട്ടിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വലിയ ക്ലിയർ ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നന്നായിട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ ഇപ്പോൾ ഇതേ ഉള്ളായിരുന്നു. നിങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും വലിയ ക്ലിയർ ടേപ്പ് എടുക്കണേ. എന്നിട്ട് അതിനുശേഷം അതിൻ്റെ സൈഡ്സ് കുറച്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വലിയ ക്ലിയർ ടേപ്പ് ആണെങ്കിൽ നമുക്ക് 4 സൈഡും കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇതുപോലെ നമുക്ക് ഒട്ടിക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ കാണാൻ? നമുക്ക് ക്ലിയർ ടേപ്പിൻ്റെ സൈസ് കുറവാണ് ആ 2 സൈഡും കിട്ടാതെ കേട്ടോ. ഇതുപോലെ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ നെയിം സ്ലിപ്പ് എങ്ങനെയുണ്ട്? ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ബുക്കാണ്. നമ്മൾ സാധാരണ ബുക്ക് മടക്കുന്നത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് എത്ര വലിപ്പം വേണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഏത് നോട്ട് പാഡ് മോഡലാണോ അല്ലെങ്കിൽ നോട്ട് ബുക്ക് മോഡലാണോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ ഒരു നോട്ട് പാഡ് മോഡലാണ് ചെയ്യുന്നത്. ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം സെൻറ്ററും ഒന്ന് തിരിച്ച് മടക്കിയതിന് ശേഷം ഇതുപോലെ നിവർത്തിയെടുക്കുമ്പോൾ നമുക്ക് ലൈൻസ് വരും. ഇനി അതിന് ശേഷം കത്രിക വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം. ഇനി കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നോട്ട് ബാഡ് മോഡലാണ് ഞാൻ ചെയ്തതെന്ന്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 2 ഈ കോമ്പസ് വെച്ചിട്ട് 2 സൈഡും ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ത്രെഡ് യൂസ് ചെയ്യുന്നവർക്ക് ത്രെഡ് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ നമ്മുടെ എന്താ പറയുക, ഈ ഫെയറി ലൈറ്റ്, കത്താത്ത ഫെയറി ലൈറ്റിൻ്റെ കമ്പിയില്ലേ, അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് വെച്ച് കുറച്ചുകൂടെ എനിക്ക് അതാണ് നല്ലത്. നിങ്ങൾ ചെയ്യുമ്പോൾ ത്രെഡ് വെച്ചിട്ട് ചെയ്താൽ മതിയേ. അതാകുമ്പോൾ കുറച്ചുകൂടെ കയ്യിലൊന്നും കൊള്ളത്തില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മാസ്കിംഗ് ടേപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ഇനി നമുക്കതിൻ്റെ മുകളിൽ ഒരു ചട്ട എന്താ പറയുക, ബൈൻഡ് ഉണ്ടാക്കാനായിട്ട് എൻ്റെ അളവ് നോക്കുക. അളവ് നോക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി, ഞാൻ എടുത്തേക്ക് നമ്മുടെ കല്യാണ ലെറ്ററാണ് കേട്ടോ. അതും വേസ്റ്റ് മെറ്റീരിയലാണ്. കല്യാണ ലെറ്റർ ഇതുപോലെ മടക്കി എടുക്കുന്നുണ്ട്. മടക്കി എടുക്കുന്ന താഴത്തെ ആ ഒരു മടക്ക് വരുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല കേട്ടോ.
അത് നമുക്ക് ബുക്ക് മടക്കി വെക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ട് ബുക്കിൻ്റെ അളവ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ആ താഴത്തെ ഭാഗം അവിടെ മടക്കായിട്ട് വരും. എന്നിട്ട് ദേ ഇതുപോലെ കറക്റ്റ് ഒന്ന് വെച്ച് മടക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു എക്സസ് ഭാഗം ഉണ്ടല്ലോ, ദേ അതിന് ബാക്കി കിടക്കുന്നത് കണ്ടോ? ആ മടക്ക് അങ്ങനെയാണ് ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ആ ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്. എക്സസ് ആയിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയുക. ദേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ നമ്മുടെ ബൈൻഡ് ദേ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പശ തേച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു ബുക്കില്ലേ, അത് നമുക്ക് അതിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്യാം. ഇനി ഫ്രണ്ട് പോർഷനിലും ഇതുപോലെ പശ തേക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അറ്റാച്ച് ചെയ്യാൻ കേട്ടോ. ദേ ഇതുപോലെ. അപ്പോൾ നമ്മുടെ ബുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്രണ്ട് കവർ വേണമല്ലോ. അതിൽ ദേ ലെറ്ററിൻ്റെ ഈ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്ത് ആ ഫ്രെയിം മാത്രം ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇതുപോലെ അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള ക്യൂട്ട് കവായി സ്റ്റിക്കർ അതിലേക്ക് ഒട്ടിക്കുന്നുണ്ട്. ഇപ്പോൾ കവായി സ്റ്റിക്കർ ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ സ്റ്റോൺസോ എന്തെങ്കിലും വെക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബുക്ക്? നല്ല രസമല്ലേ? നിങ്ങൾക്ക് മെമ്മോ പാഡായിട്ടോ നോട്ട് പാഡായിട്ടോ ഹോംവർക്കൊക്കെ കാര്യങ്ങളൊക്കെ എഴുതാനോ ടു ഡു ലിസ്റ്റായിട്ടോ എന്തിനു വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇതും കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റാണ്. ഇതും ആ കല്യാണ ലെറ്ററിൻ്റെ ബാക്കി ഭാഗം കൊണ്ടാണ് എടുക്കുന്നത് കേട്ടോ. 8 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് 2 സെൻറ്റിമീറ്ററാണ് അപ്പുറം ഇപ്പുറം ഡിസ്റ്റൻസ് വിട്ട് ഞാൻ 2 ലൈൻസ് വരച്ച് കൊടുക്കുന്നത്. നല്ലോണം സ്കോർ ചെയ്തിട്ടാണ് ലൈൻസ് വരയ്ക്കുന്നത്. എങ്കിൽ ഈ മടക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് ഇറുക്കി വരച്ചതിന് ശേഷം ഇത് രണ്ടും ഇൻസൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി കണ്ടോ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണും ചെയ്യുന്നത്. അതെ, ഇനി നമ്മൾ അതിലേക്ക് പശ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഗ്ലൂ നല്ല രീതിക്ക് അതങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുമ്പോൾ നല്ല കട്ടി കൂടുതലായിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ അളന്ന് നമ്പേഴ്സ് എഴുതുക എന്നുള്ളതാണ്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാനിവിടെ 20 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 15 വേണോ 30 വേണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതായത് ആ ഒരു ഇതിൻ്റെ ഇതുപോലെ. ഇനി കുറച്ച് ക്യൂട്ടാക്കാനായിട്ട് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് അത് കുറച്ചുകൂടെ ഒന്ന് വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടി നമ്മുടെ ക്ലിയർ ടേപ്പ് ഇതുപോലെ അതിൻ്റെ മുകളിൽ നിന്ന്, സത്യം പറഞ്ഞാൽ ആ വലിയ ടേപ്പ് എങ്ങോട്ട് പോയി എന്ന് എനിക്കറിയില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പാടുമില്ലായിരുന്നു. അതുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ബാക്ക് സൈഡും കൂടെ കവറായി കിട്ടിയേനെ. അത്രയും വലിയ ടേപ്പായിരുന്നു ഗൈസ്. നിങ്ങൾ വാങ്ങുമ്പോൾ വലിയ ടേപ്പ് തന്നെ മേടിക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ സൈഡ്സൊക്കെ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമുക്കിവിടെ തികയാത്തോണ്ടാണ് കേട്ടോ ബാക്ക് സൈഡിലും കൂടെ നമ്മൾ ടേപ്പ് ചെയ്യാൻ പോകുന്നത്. വലിയ ക്ലിയർ ടേപ്പ് ആണെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യം വരത്തില്ല. ആ ഒറ്റ ഇതിൽ തന്നെ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ റൂളർ റെഡിയായി. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക്, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.